മറ്റു വാർത്തകൾ നോക്കാം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് അഭിഭാഷക മുഖാന്തരം മറുപടി നൽകുമെന്ന് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഷർഷാദ് ഇക്കാര്യം അറിയിച്ചത്. കുടുംബത്തെ തകർക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നതെന്നും ഇദ്ദേഹം പറയുന്നു. വി ബിനീഷ് നൽകും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. ബിനീഷ് പറയൂ. തീർച്ചയായിട്ടും പാർട്ടിക്ക് വലിയ തലവേദനയാകുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ഒരു കത്ത് വിവാദം അത് വലിയ തലവേദന ആകുന്ന തരത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന തരത്തിലേക്ക് കത്ത് ചോർന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് നേരത്തെ പോളിറ്റ് ബ്യൂറോ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിരുന്നത് ഇത്തരത്തിലാണ്. നിലവിൽ പാർട്ടി ഏകകണ്ഠേന പാർട്ടി നേതാക്കൾ സംസ്ഥാന തലത്തിൽ ഒരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ ഈ വിഷയത്തിൽ മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യാവൂ, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാവൂ എന്ന നിലപാട് പാർട്ടി നേതൃത്വത്തിന് നേരത്തെ തന്നെ പാർട്ടി സംസ്ഥാന ഘടകത്തിന് പോളിറ്റ് ബ്യൂറോ നൽകുന്ന സാഹചര്യവുമുണ്ടായി. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ വ്യവസായിയായ ഷർഷാദ് തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ നൽകിയ കത്ത് MV ഗോവിന്ദൻ നൽകിയ വക്കീൽ നോട്ടീസ് തനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ലഭിച്ചതിന് താൻ തന്റെ അഭിഭാഷകൻ മുഖാന്തരം ഉടൻ തന്നെ മറുപടി നൽകും. തനിക്ക് വെളിപ്പെടുത്താൻ ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്, അത് ചെന്നൈയിലെത്തിയതിനു ശേഷം വെളിപ്പെടുത്താമെന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഒപ്പം കുടുംബത്തെക്കാൾ വലുതല്ല ഏത് പാർട്ടി സെക്രട്ടറിയുടെ മകനും എന്നാണ് നിലവിൽ ഈ ഷർഷാദ് വ്യക്തമാക്കുന്നത്. ഈ കത്ത് ചോർത്തി നൽകിയത് ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകനാണ് എന്ന ആക്ഷേപം തന്നെയാണ് ഷർഷാദ് പ്രധാനമായും ഉയർത്തുന്നത്. നിലവിൽ കുടുംബ പ്രശ്നത്തെ ഇങ്ങനെ പൊതുസമൂഹത്തിൽ വലിച്ചിഴച്ചതിൽ വലിയ രീതിയിലുള്ള അമർഷം ഷർഷാദിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് രാജേഷ് കൃഷ്ണ UK വ്യവസായിയായ രാജേഷ് കൃഷ്ണയും ഈ ചെന്നൈ വ്യവസായിയായ ഷർഷാദും തമ്മിലുള്ള തർക്കം അത് പാർട്ടി തലത്തിൽ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കത്ത്. അത് കുടുംബപരമായ ഒരു പ്രശ്നവും കൂടിയായിരുന്നു. ആ കത്ത് പുറത്തെത്തി വലിയ ചർച്ചയായി. പോളിറ്റ് ബ്യൂറോ ഇത് ചർച്ച ചെയ്തില്ല, അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിൽ ഇത്തരം കത്തുകൾ എത്തിയിട്ടും അത് പരിഗണിക്കാൻ തയ്യാറായില്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ അത് പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് വിഭാഗത്തിലായി ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ചേരിതിരിഞ്ഞുള്ള പ്രശ്നം പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും നിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഘട്ടത്തിലാണ് നിലവിലേക്ക് ഈ കത്ത് ചോർച്ച വിവാദവും ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പാർട്ടി പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് പോളിറ്റ് ബ്യൂറോ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏകകണ്ഠേന ഒരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകാൻ പാടുള്ളൂ. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനും ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറിയും പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള പ്രതികരണം നടത്തണമെന്നത് പോലും പാർട്ടി നേതാക്കൾക്ക്, സംസ്ഥാന നേതാക്കൾക്ക് ഇപ്പോഴും തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഈ വ്യവസായിയായ ഷർഷാദിന്റെ പ്രതികരണവും പുറത്തു വരുന്നത്. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിലവിൽ ഈ ഷർഷാദിനെതിരെ നേരത്തെ തന്നെ വക്കീൽ നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ വക്കീൽ നോട്ടീസ് ഒരു മാധ്യമ സുഹൃത്തു മുഖേന തനിക്ക് ലഭിച്ച ഘട്ടത്തിലാണ് ഷർഷാദ് ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇനിയും തുറന്നു പറയാൻ കാര്യങ്ങളുണ്ട്, ഒപ്പം തന്നെ ഇനി ചെന്നൈയിൽ നമുക്ക് ലൈവും മറ്റു പ്രതികരണങ്ങളുമായി കാണാം എന്നാണ് ഷർഷാദ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നത്. ഇനി വരും മണിക്കൂറുകളിൽ അത് പാർട്ടിക്ക് കൂടുതൽ തലവേദനയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കുമെന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഗൗതം. MV ഗോവിന്ദൻ അയച്ച നോട്ടീസിന് വക്കീൽ മുഖാന്തരം മറുപടി നൽകുമെന്നാണ് വ്യവസായി ഷർഷാദ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ കത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് CPM-ന്റെ മുതിർന്ന നേതാക്കളാരും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയോ MV ഗോവിന്ദനോ അടക്കമുള്ള നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. വിവരങ്ങൾ നൽകിയത് വി ബിനീഷ്.